ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹാവിങ് ടു. ഹാവിങ് ടു എന്ന ഒരു ഫ്രേസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഹാവ് ടു അതുപോലെ തന്നെ ഹാസ് ടു ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രീവിയസ് ലെസൺസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണത്. ഹാവിങ് ടു എന്ന് പറയുന്നത് ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആക്ഷൻ ടെമ്പററി ആയിട്ടുള്ള ഒരു ആക്ഷനാണ്. മാത്രമല്ല അത് നമ്മുടെ ഒരു ഓബ്ലിഗേഷൻ, ബാധ്യത എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നതാണ്. അതല്ലെങ്കിൽ അത് നമ്മുടെ ഒരു നീഡാണത്, നമ്മുടെ ഒരു ആവശ്യമാണത്. അതല്ലെങ്കിൽ ഒരു റിക്വയർമെൻറ്റാണ്. ചില കാര്യങ്ങളൊക്കെ, ചില റൂൾസ്, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചില റിക്വയർമെൻറ്റ്സ് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നതാണ്. എന്തായാലും അത്തരം കാര്യങ്ങളിൽ ആ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അപ്പോഴാണ് നമുക്ക് ഹാവിങ് ടു ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു ഒക്കെ ഉപയോഗിച്ചപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഐ ഹാവ് ടു ഡു ദിസ് വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വർക്ക് ചെയ്യേണ്ടി വരുന്നു. ഈ ചെയ്യേണ്ടി വരുന്നത് ഒരു റെഗുലറായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ഇപ്പോൾ ചെയ്യേണ്ടി വരുന്നു എന്നർത്ഥത്തിലല്ല. ഐ ഹാവ് ടു ഡു ദിസ് വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് എൻ്റെ ഒരു ചിലപ്പോൾ ഒരു ഓബ്ലിഗേഷൻ ആവാം, അതല്ലെങ്കിൽ ഒരു നെസസിറ്റി ആവാം. എന്തായാലും എനിക്കത് ചെയ്യേണ്ടി വരാറുണ്ട്. അതൊരു റെഗുലർ ആക്ഷൻ ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഹാവിങ് ടു ഉപയോഗിക്കുമ്പോൾ അങ്ങനെയല്ല. അത് ഓൺ ഗോയിങ് ആണ്, അത് ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴാണ് ഹാവിങ് ടു ഉപയോഗിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഓഫീസിലേക്ക് നടക്കേണ്ടി വരുന്നു. അതിപ്പോൾ നടക്കേണ്ടി വരുന്നു. ഇന്ന് മാത്രമുള്ളൊരു കാര്യം ഞാൻ പറയുകയാണ്. എല്ലാ ദിവസവും ഞാൻ ബസ്സിലാണ് പോവുക, പക്ഷേ ഇന്ന് ബസ്സില്ലാത്തത് കൊണ്ട് എനിക്ക് നടക്കേണ്ടി വരുന്നു. അപ്പോൾ അത് ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ നമുക്ക് ഹാവിങ് ടു ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അവൾക്ക് എപ്പോഴും ഒരു ഹെൽപ്പിന് ആൾ വരും. വീട്ടിൽ കിച്ചണിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വരും. പക്ഷേ ആ ഒരു ലേഡി ഇന്ന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അവൾക്ക് എല്ലാ പാത്രങ്ങളും ഇന്ന് കഴുകേണ്ടി വരുന്നു. അത് ആ സമയം ഒരു ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഷീ ഈസ് ഹാവിങ് ടു വാഷ് ദ പ്ലേറ്റ്സ്. നോക്കൂ, ഹാവിങ് ടു. അപ്പോൾ ഹാവിങ് ടു ഉപയോഗിക്കുന്നത് അത്തരം സന്ദർഭങ്ങളിൽ ആണ്. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾ നോക്കാം. ഐ ആം ഹാവിങ് ടു വർക്ക് ഓവർ ടൈം ദിസ് വീക്ക്. നോക്കൂ, എനിക്ക് ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരുന്നു ഈ ഒരാഴ്ചയാണ്. എന്നും അങ്ങനെ ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഐ ആം ഹാവിങ് ടു വർക്ക് ഓവർ ടൈം ദിസ് വീക്ക്. അത് ടെമ്പററി ആയിട്ടുള്ള ഒരു നീഡാണ്. ഐ ആം ഹാവിങ് ടു എന്ന് പറയുന്നത് പോലെ നമുക്ക് ഷീ ഈസ് ഹാവിങ് ടു, വി ആർ ഹാവിങ് ടു, ദേ ആർ ഹാവിങ് ടു എന്നൊക്കെ മാറി മാറി ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു ബി ഫോം നമുക്ക് മാറ്റി ഉപയോഗിക്കാം. ഹി ഈസ് ഹാവിങ് ടു വർക്ക് ഓവർ ടൈം ടു മീറ്റ് ദ ഡെഡ് ലൈൻ. ഹി ഈസ് ഹാവിങ് ടു വർക്ക് ഓവർ ടൈം. അപ്പോൾ അദ്ദേഹത്തിന് ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരുന്നു. അതിപ്പോൾ ചെയ്യുന്നതാണ്. എപ്പോഴും സ്ഥിരമായിട്ട് അങ്ങനെയല്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ്? ഒരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരുന്നു. അതല്ലെങ്കിൽ ഹി ഹാസ് ടു എന്നുപയോഗിച്ചാൽ മതി. സ്ഥിരമായിട്ട് അങ്ങനെയാണെങ്കിൽ, അതൊരു റെഗുലർ ഒരു റൊട്ടീൻ ആക്ടിവിറ്റി ആണെങ്കിൽ ഹി ഹാസ് ടു ഉപയോഗിക്കാം. പക്ഷേ ഇതൊരു ടെമ്പററി ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. ഐ ആം ഹാവിങ് ടു ഡു എക്സ്ട്രാ വർക്ക് in the absence of my colleague. എൻ്റെ കൊളീഗ് ആബ്സെൻ്റ് ആയതുകൊണ്ടാണ് എനിക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ചെയ്യേണ്ടി വരുന്നു. അത് ടെമ്പററി ആണ്. അപ്പോൾ സ്ഥിരമായിട്ട് എനിക്കങ്ങനെ ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ഐ ആം ഹാവിങ് ടു ഡു എക്സ്ട്രാ വർക്ക്. ഒരു സ്പെസിഫിക് റീസൺ ഉണ്ട്. കൊളീഗ് ആബ്സെൻ്റ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ എൻ്റെ ജോലി അതല്ല, എനിക്കങ്ങനെ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരാറില്ല. ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരുന്നു. ഇനി ഹാവിങ് ടു എന്ന ഫ്രേസ് നമുക്ക് ഒരു ജെറണ്ട് ഫ്രേസായിട്ട് ഉപയോഗിക്കാം. ഈ ജെറണ്ട് ഫ്രേസ് എന്ന് പറയുന്നത് എന്താ? ജെറണ്ട് എന്ന് പറയുന്നത് എന്താ? വേർബൽ നൗൺ. ഒരു വേർബിൽ നിന്ന് ഉണ്ടാകുന്ന നൗണിനെയാണ് നമ്മൾ വേർബൽ നൗൺ എന്ന് പറയുന്നത്. വേർബൽ നൗണിന് ഒരു നൗൺ പോലെ തന്നെ ഫങ്ഷൻ ചെയ്യാം. ഇപ്പോൾ വാക്ക്, നടക്കുക. വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. നടത്തം എന്നാണ് അവിടെ. അപ്പോൾ ING ചേർത്ത് നമുക്ക് ഒരു ജെറണ്ട് ഉണ്ടാക്കാം. സ്വിമ്മിങ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. സ്വിമ്മിങ് ആരോഗ്യത്തിന് നല്ലതാണ്. നോക്കൂ, സ്വിമ്മിങ് അത് ഒരു ജെറണ്ടാണ്.
നീന്തൽ എന്ന മീനിങ് ആണ്. സ്വിം എന്നാൽ നീന്തുക, അതിൽ നിന്ന് ഉണ്ടായതാണ് സ്വിമ്മിങ്, ING ഫോം ചേർത്തു. അതുപോലെ നമുക്ക് ഹാവിങ് ടു ഒരു ജെറണ്ട് ഫ്രേസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ജെറണ്ട് ഫ്രേസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു നൗൺ പോലെ തന്നെ ഉപയോഗിക്കാം. നൗൺ പോലെ തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാം, ഒരു സെൻറ്റൻസിൽ ഓബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാം, കോംപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ആകാം. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ നോക്കൂ. ഐ ഹേറ്റ് ഹാവിങ് ടു വേക്ക് അപ്പ് ഏർലി. ഐ ഹേറ്റ് ഞാൻ വെറുക്കുന്നു. എന്താ ഞാൻ വെറുക്കുന്നത്? ഹാവിങ് ടു ഗെറ്റ് അപ്പ് ഏർലി, നേരത്തെ എണീക്കേണ്ടി വരിക എന്ന ഒരു ആക്ടിവിറ്റി. അപ്പോൾ അത് നമ്മൾ ഇഷ്ടമില്ലാതെ ചെയ്യുന്നതാണ്. ഹാവിങ് ടു വർക്ക് ഏർലി, ഹാവിങ് ടു വർക്ക് ഏർലി എന്ന് പറയുന്നത് നേരത്തെ എഴുന്നേൽക്കുക എന്ന ഒരു ആക്ടിവിറ്റിയാണ് അവിടെ പറയുന്നത്. അതൊരു നൗൺ ആയിട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജെറണ്ട് ഫ്രേസ് ആണത്. അപ്പോൾ അത് അവിടെ നൗണിൻ്റെ ഫങ്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഞാൻ വെറുക്കുന്നത്? ഐ ഹേറ്റ് സ്വിമ്മിങ്, ഐ ഹേറ്റ് വാക്കിംഗ് എന്ന് പറയുന്നത് പോലെ തന്നെ ഐ ഹേറ്റ് ഹാവിങ് ടു ഗെറ്റ് അപ്പ് ഏർലി, നേരത്തെ എഴുന്നേൽക്കുക എന്ന ഒരു ആക്ട് ഞാൻ വെറുക്കുന്നു എന്നാണ്. അപ്പോൾ അതൊരു ജെറണ്ട് ഫ്രേസ് ആയിട്ട് നമുക്ക് ഈ ഹാവിങ് ടു ഉപയോഗിക്കാം. ഹാവിങ് ടു ഗെറ്റ് അപ്പ് ഏർലി ഫോർ വർക്ക് ഈസ് എക്സോസ്റ്റിംഗ്. വല്ലാതെ ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ഹാവിങ് ടു ഗെറ്റ് അപ്പ് ഏർലി എന്നുള്ള കാര്യം. ജോലിക്ക് വേണ്ടി ഹാവിങ് ടു ഗെറ്റ് അപ്പ് ഏർലി ഫോർ വർക്ക്, ജോലിക്ക് വേണ്ടി നേരത്തെ എഴുന്നേൽക്കുക എന്ന ഒരു ആക്ട്. ഹാവിങ് ടു ഗെറ്റ് അപ്പ് നോക്കൂ, അവിടെയും ജെറണ്ട് ഫ്രേസാണ് ഹാവിങ് ടു എന്നത്. ഹാവിങ് ടു ഗെറ്റ് അപ്പ് ഏർലി ഫോർ വർക്ക് ഈസ് എക്സോസ്റ്റിംഗ്. വളരെയധികം നമ്മളെ ക്ഷീണിപ്പിച്ച് കളയുന്ന ഒരു കാര്യമാണ് അതെന്ന്. അപ്പോൾ അവിടെ ഹാവിങ് ടു എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ജെറണ്ട് ഫ്രേസാണ്. അതവിടെ സബ്ജക്റ്റായിട്ടാണ് ആ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വേറൊരു സെൻറ്റൻസ്. ഹാവിങ് ടു ഡീൽ വിത്ത് ഡിഫിക്കൽട്ട് കസ്റ്റമേഴ്സ് ഈസ് പാർട്ട് ഓഫ് ദിസ് ജോബ്. ഡിഫിക്കൽട്ടായിട്ടുള്ള ചില കസ്റ്റമേഴ്സിനൊക്കെ ഡീൽ ചെയ്യുക എന്നത് ആ ഒരു കാര്യം, ആ ഒരു ആക്ട് ഹാവിങ് ടു എന്ന് ഉപയോഗിക്കുന്നത് അത് നമ്മൾക്ക് ഇഷ്ടമില്ലെങ്കിലും ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണ്. നമുക്ക് ചെയ്യേണ്ടി വരുന്നു. അത് ആ ഒരു ആക്ട് ഹാവിങ് ടു ഡീൽ വിത്ത് ഡിഫിക്കൽട്ട് കസ്റ്റമേഴ്സ് ഈസ് പാർട്ട് ഓഫ് ദിസ് ജോബ്. അവിടെയും ഹാവിങ് ടു എന്നത് ജെറണ്ട് ഫ്രേസ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജെറണ്ട് ഫ്രേസ് ആയതുകൊണ്ട് തന്നെ അവിടെ ആ സെൻറ്റൻസിലെ സബ്ജക്റ്റാണത്, സബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി വേറൊരു സെൻറ്റൻസ് കൂടി. ഹാവിങ് ടു സേ ഗുഡ് ബൈ ടു മൈ ഫാമിലി ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് മൂവിങ് എവേ. നമ്മളൊരു സ്ഥലത്ത് നിന്ന് വിട്ടുപോകില്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയോട് ഗുഡ് ബൈ പറയുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഒരു ഹാർഡസ്റ്റ് പാർട്ടാണ് അത്, ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഹാവിങ് ടു സേ ഗുഡ് ബൈ, ഹാവിങ് ടു സേ ഗുഡ് ബൈ. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി അതും നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമുക്കത് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അത് അവിടെ ജെറണ്ട് ഫ്രേസ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാവിങ് ടു സേ ഗുഡ് ബൈ ടു മൈ ഫാമിലി ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് മൂവിങ് എവേ. അപ്പോൾ ഹാവിങ് ടു എന്നതിൻ്റെ ഒരു ഉപയോഗം മനസ്സിലായല്ലോ. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ഇപ്പോൾ ഹാവിങ് ടു എന്ന് ഉപയോഗിക്കാതെ തന്നെ ഈ ഒരു മീനിങ് വരുന്ന തരത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ പലതരത്തിൽ നമുക്ക് സംസാരിക്കാം. പക്ഷേ ഒരു വെറൈറ്റി ഓഫ് സെൻറ്റൻസസ് ഉണ്ടാക്കുക, അത്തരത്തിൽ ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ ലാംഗ്വേജിന് തന്നെ ഒരു ഗ്രോത്ത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുക.